കുവൈത്തിലെ ബുബിയാൻ ദ്വീപിലുള്ള US സൈനിക താവളത്തിന് നേരെയാണ് ഇന്ന് വൻതോതിൽ മിസൈൽ ആക്രമണം നടന്നത്. ഇറാന്റെ ഖതമുൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് വക്താവ് ഇബ്രാഹിം ദുൽഫുഖാരിയാണ് ഇന്നലെ വീഡിയോ പ്രസ്താവനയുടെ വിവരം പുറത്തുവിട്ടത്. ഇറാന്റെ അതിർത്തിയോട് ചേർന്നുള്ള തന്ത്രപ്രധാന മേഖലയാണ് കുവൈത്തിലെ ബുബിയാൻ ദ്വീപ്. പൈലറ്റിനെ രക്ഷിക്കാനുള്ള ദൗത്യത്തിനായി ദ്വീപിലെ താവളം US സൈന്യം ഉപയോഗിച്ചതായി സൂചനയുണ്ട്. അത്യാധുനിക മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നും അമേരിക്കൻ സൈനികർക്ക് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ഇറാൻ സൈനിക വക്താവ് അവകാശപ്പെട്ടു. കുവൈത്തിലെ ഏറ്റവും വലിയ തീരദേശ ദ്വീപായ ബുബിയാനിലെ US സൈനികരുടെ സാറ്റലൈറ്റ് ഉപകരണങ്ങളും വെടിക്കോപ്പുകളും ലക്ഷ്യം വെച്ചാണ് ഇറാൻ ഡ്രോണുകൾ വിക്ഷേപിച്ചത്. കുവൈത്തിലെ പ്രധാന US താവളമായ ആരിഫ് ജാൻ ക്യാമ്പിന് നേരെ ഇറാൻ തുടർച്ചയായി മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. അവിടെ നിന്ന് ജീവൻ രക്ഷിക്കാൻ ബുബിയാൻ ദ്വീപിലേക്ക് താവളം മാറ്റിയ സൈനികരെ പിന്തുടർന്നാണ് ഇറാൻ ഇപ്പോൾ കനത്ത പ്രഹരം ഏൽപ്പിച്ചിരിക്കുന്നത്. അമേരിക്കൻ സേനയുടെ ആശയവിനിമയ സംവിധാനങ്ങൾ തകർക്കുക എന്നതായിരുന്നു ഡ്രോൺ ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ഇബ്രാഹിം ദുൽഫുഖാരി വ്യക്തമാക്കി. അതിനിടെ ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് വടക്കൻ കുവൈത്തിലെ ജനവാസ മേഖലകളിൽ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചു. ഇതിൽ 6 സാധാരണക്കാർക്ക് പരിക്കേറ്റതായി കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ദ്വീപിന് സമീപമുള്ള മേഖലയിൽ വലിയ തോതിലുള്ള സ്ഫോടന ശബ്ദങ്ങളും കേട്ടതായി റിപ്പോർട്ടുകളുണ്ട്.